പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPIM 101 സീറ്റുകളുള്ള നഗരസഭയിൽ 93 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 8 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. ഘടകകക്ഷികളുമായുള്ള കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഈ 8 സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. 70 സീറ്റുകളിൽ CPIM-ഉം 17 സീറ്റുകളിൽ CPI-യുമാണ് മത്സരിക്കുന്നത്. ജനതാദൾ എസ് 2 സീറ്റുകളിലേക്ക്, കേരള കോൺഗ്രസ് എം 3 സീറ്റുകളിലേക്ക്, RJD 3 സീറ്റുകളിലേക്ക് എന്നിങ്ങനെയുമാണ് മത്സരിക്കുന്നത്. ബാക്കിയുള്ള ഘടകകക്ഷികൾ ഓരോ സീറ്റിലും മത്സരിക്കും. കോൺഗ്രസിന്റെ KS ശബരീനാഥനെതിരെ ലോക്കൽ സെക്രട്ടറി സുനിൽകുമാറിനെയാണ് മത്സരിപ്പിക്കുന്നത്. 3 CPIM ഏരിയ സെക്രട്ടറിമാർ മത്സര രംഗത്തുണ്ട്. 30 വയസ്സിന് താഴെയുള്ള 13 പേരാണ് മത്സരിക്കുന്നത്. അലത്തറ വാർഡിൽ 21 വയസ്സുള്ള മേഘ്ന സ്ഥാനാർത്ഥിയാകും. അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് പട്ടികയിലില്ല. മേയർ സ്ഥാനാർത്ഥിയായി ആരെയും പ്രഖ്യാപിക്കുന്നില്ലെന്നും ആര് മേയറാകണമെന്ന തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷം എടുക്കുമെന്നും വി ജോയ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. CPIM 101 സീറ്റുകളിലേക്കുള്ള നഗരസഭയിൽ 93 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 8 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കും. ഘടകകക്ഷികളുമായുള്ള കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഈ സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനമെന്നുള്ളതും കൂടിയാണ്. 70 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. CPI 17 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 2 സീറ്റുകളിൽ ജനതാദൾ എസ് മത്സരിക്കും. 3 സീറ്റുകളിലേക്ക് കേരള കോൺഗ്രസ് എം മത്സരിക്കും. മറ്റ് 3 സീറ്റുകളിലേക്ക് RJD മത്സരിക്കും. ഇങ്ങനെയാണ് ഇതുവരെയുള്ള ലഭിച്ചിരിക്കുന്ന കണക്കുകൾ. ബാക്കിയുള്ള ഘടകകക്ഷികൾ ഓരോ സീറ്റ് വീതം ഓരോ സീറ്റിലേക്കും മത്സരിക്കുമെന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. കോൺഗ്രസിന്റെ KS ശബരീനാഥനെതിരെ ലോക്കൽ സെക്രട്ടറി സുനിൽകുമാറിനെയാണ് മത്സരിപ്പിക്കുന്നത്. 3 CPIM ഏരിയ സെക്രട്ടറിമാർ മത്സരരംഗത്തുണ്ട്. അതിനേക്കാൾ ഏറെ പ്രധാനം 30 വയസ്സിന് താഴെയുള്ള 13 പേരാണ് മത്സരിക്കുന്നത്. ആലത്തറ വാർഡിൽ 21 വയസ്സുള്ള മേഘ്ന സ്ഥാനാർത്ഥിയാകും. അതേസമയം മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് പട്ടികയിലില്ല എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു. മേയർ സ്ഥാനാർത്ഥിയായി ആരെയും പ്രഖ്യാപിക്കുന്നില്ലെന്നും ആര് മേയറാകണമെന്ന തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എടുക്കുക എന്നുള്ളതും വി ജോയ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.